ഹായ് ഡിയേഴ്സ്, ഇതാണ് കേട്ടോ എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ. എല്ലാവരും സ്നേഹത്തോടുകൂടി സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ചാച്ചൻ്റെ വീട്ടിലോട്ടാണേ. ചാച്ചൻ എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ വീട്, തറവാടെന്നൊക്കെ പറയാം. ഇന്ന് ഞാനും മുത്തും കൂടിയാണ് ചാച്ചൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ചെന്ന വഴി തന്നെ ആൻറ്റി ഓടി വന്ന് മുത്തിനെ എടുത്തു കേട്ടോ. മുത്ത് ആദ്യമായിട്ടാണേ പുറത്തേക്ക് വേറൊരു വീട്ടിലോട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിട്ടൊരു വേറെ വീട്ടിലോട്ട് പോകുന്നത്. എന്നാ നിങ്ങൾക്ക് പറയാമോ? ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പറയുന്നത് ഇലിമ്പിക്കാന്നാണ് പറയുന്നത്. ഇരുമ്പമ്പുളിന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ഇലിമ്പിക്കാന്ന് പറയും, ചിലിമ്പിക്കാന്ന് പറയും. എന്നാണ് പൂത്ത് വരുന്നുള്ളൂ കേട്ടോ, ആയി വരുന്നുള്ളൂ. അച്ചാറുടെ സാധനമാണ്. മുത്തിന് വേണോ? മുറ്റത്ത് ഒത്തിരി പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷികളുടെ കരച്ചിലൊക്കെ ഉണ്ട്. ഒത്തിരി അടയ്ക്കാക്കുരുവികളൊക്കെ വരും അവിടെ. ചാച്ചൻ ചെറിയ കൃഷിപ്പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളം വരുന്ന ഒരു കാനയാണത്. അപ്പൊ ഇവിടുന്ന് വേരൊക്കെ ഈ മണ്ണില്ല ഇവിടുന്ന് വെട്ടി മുകളിലേക്കിടും. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കയ്യാല വെച്ച് സംരക്ഷിക്കാൻ വേണ്ടിയാണ് മണ്ണൊലിപ്പ്. ഓക്കെ, അങ്ങനെയാണല്ലേ. കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളമൊക്കെ എടുക്കുന്നതിനകത്ത് തന്നെയാണോ? ഈ കിണറ്റിൽ തന്നെയാണോ? ഓക്കെ. ചാച്ചി ഒരു പ്രവാസി മലയാളിയാണ്. വണ്ടികളോട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അജു. അവനുണ്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇന്ന് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അവനുണ്ടായിരുന്നില്ല. അവൻ അവിടെ ഉണ്ടെങ്കിൽ ചെറിയ വണ്ടിക്കഥകളും യാത്രകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് ഇരിക്കുവേ. ഇത് അവൻ്റെ അംബാസഡർ കാറുകളാണ്. അവൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതെല്ലാം അംബാസഡറിലായതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം ആ വണ്ടിയോടുണ്ട് കേട്ടോ. വീടിനുള്ളിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. ഇതൊരു ചെറുനാരകമാണേ, നാരങ്ങയൊന്നുമില്ല. ഇന്നാൾ വന്നപ്പോൾ ഇതിലൊരു ചെറിയൊരു കിളി ഒരു കൂട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പറമ്പിൽ തന്നെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ നിൽക്കുന്നത് ഒരു ഔഷധമാണ്, മുറിവുണക്കി എന്നാണ് ഇതിൻ്റെ പേര്. മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നീര് ഇറ്റിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിയാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഒരു ടാങ്കിൽ കുറച്ച് മീനുകളെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടി ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്തു. കണ്ടാലൊന്നും അറിയത്തൊന്നുമില്ല, അതിനും ചുമ്മാ കാണിച്ചേ. ചൊനയുണ്ട് കേട്ടോ. തോരൻ വെക്കാനാ ഇത് 3 എണ്ണം പറിക്കാവേ. 2-3 കപ്പളങ്ങയൊക്കെ പറിച്ച് ഞാൻ കൂട്ടിലാക്കി എടുത്തു വെച്ചു കേട്ടോ, വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. കറി വെക്കാൻ നല്ലതാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മാത്തു വരാൻ സമയമായേ. മുത്തിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുവാണ് കയറിയപ്പോൾ മുതൽ. അങ്ങനെ ടാറ്റയൊക്കെ തന്ന് ഞങ്ങളുടെ വീട് നിർത്തുവാണേ.